സംസ്ഥാനത്ത് വീണ്ടും ബാർകോഴ ആരോപണം. ഇവിടുത്തെ മദ്യനയത്തിൽ എന്തെങ്കിലും ഇളവ് വരുത്തണമെന്നുണ്ടെങ്കിൽ നല്ല കനത്തിൽ തന്നെ കോഴ കൊടുത്താൽ കാര്യം നടക്കുന്നുള്ള ബാർ ഉടമയുടെ ശബ്ദ സന്ദേശം വിവാദമായിരിക്കണം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ആൽക്കഹോളിക് ബെതറാണ്. ബാറിന്റെ മദ്യനയത്തിന്റെയും പേരിൽ പിന്നെയും കോഴ ആരോപണം. കാശ് കൊടുത്താൽ വേണ്ട ഇളവൊക്കെ ചെയ്ത് കിട്ടുമെന്നാണ് ബാർ ഉടമയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. പുതിയ പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ വരുന്നതാണ്. അതിനകത്ത് നമ്മളിപ്പോൾ 1-ാം തീയതി ഡ്രൈഡേ എടുത്തു കളയും. ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിങ്ങിന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. അതിനാരും ഇതുവരെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ളതിന് ഒരു ഹോട്ടൽ, അതായത് സ്പൈസ് ഗ്രൂപ്പ് ഹോട്ടൽസ് അണക്കര 2.5 ലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ്. ഡ്രൈഡേ ഒഴിവാക്കും, ബാറിന്റെ പ്രവർത്തന സമയം, അതിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തീരുമാനം ഉണ്ടാവുന്നതാണ് പുള്ളി പറയുന്നത്. ഇതൊക്കെ ഇപ്പോ നമ്മളാരും അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോ സർക്കാരിന്റെ ലഹരിമുക്ത പദ്ധതികള്, മദ്യത്തിൽ നിന്ന് കരകയറ്റും എന്നുള്ള പ്രഖ്യാപനം ഒക്കെ അവിടെ പോയി. വലിയൊരു ഗ്രൂപ്പ് കൊടുത്തു എന്ന് പറഞ്ഞത് ആകപ്പാടെ അവരൊരു 4 ലക്ഷം രൂപ ഇവിടെ കൊടുത്തായിട്ട് കംപ്ലീറ്റ് കണക്കും കാര്യങ്ങളും പ്രസിഡന്റ് ഇവിടെ വെച്ച് പറഞ്ഞു. ഇത് നമ്മൾ അങ്ങോട്ട് കൊടുക്കാം. ഇതുവരെ 1/3 ആണ് ടോട്ടൽ കളക്ഷൻ ഓൾ ഓവർ സ്റ്റേറ്റിൽ നിന്ന് കിട്ടിയേക്കുന്നത്. ഇത് നമ്മൾ കൊടുക്കാണ്ട് ആരും നമ്മളെ സഹായിക്കില്ല. ആരുമായിട്ടും ആർക്കും വേറെ ബന്ധങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് 2.5 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുന്നവർ 2 ദിവസത്തിനുള്ളിൽ ഈ ഗ്രൂപ്പിലിടുക. നമ്മളെ കാശ് കൊടുക്കാണ്ട് നമ്മളെ കാര്യങ്ങളൊന്നും നടക്കാൻ പോണില്ല. അതുകൊണ്ട് സർക്കാരിന് ഓരോ ബാറും 2.5 ലക്ഷം രൂപ കൊടുത്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനാണ് ബാർ ഉടമ പറയണത്. പുള്ളി പറയുന്ന കാര്യങ്ങൾ സർക്കാർ എക്സൈസ് മന്ത്രി ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവോ? അതെ, മദ്യത്തിന്റെ മണം തന്നെ ഈ തറവാട്ടിൽ കുടിക്കുന്നു. ഞാൻ ശരിയാക്കി തരാം. ഫോൺ സംഭാഷണം ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ സാധിക്കും അത് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുത്താലാണ് നടക്കുക എന്നുള്ളത്. പെരുമാറ്റച്ചട്ടം ഒന്ന് കഴിഞ്ഞോട്ടെ എന്നൊക്കെ പറയുന്ന ആ രീതി അതാണ് വരുന്നത്. ഏതായാലും ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായ അന്വേഷണം ആവശ്യമാണ്. അല്ല, എന്നാലും ആരും പറയാണ്ട് ബാർ ഉടമകൾ പണപ്പിരിവ് നടത്തുവോ? അങ്ങനെ കാശ് കൊടുക്കണമെന്ന് പറയോ? എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ ഉണ്ടല്ലോ. സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയാതെ, അവരാവശ്യപ്പെടാതെ ബാർ ഉടമകൾ ഈ പണപ്പിരിവ് നടത്തുമോ? നടത്തില്ലല്ലോ. എന്തായാലും സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ഒരു വിഷയം കിട്ടാൻ കാത്തിരുന്ന പ്രതിപക്ഷത്തിന് സന്തോഷമായിട്ടുണ്ട്. അയ്യോ, സർക്കാർ അഴിമതി കാണിക്കണേ, സർക്കാർ കേരളത്തിലേക്ക് മദ്യം ഒഴുക്കുന്നേന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണ് പാവമ്മയുടെ പ്രതിപക്ഷം. ഹോട്ടലുകാരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഇഷ്ടം പോലെ ബാർ ലൈസൻസ് കൊടുക്കുക. ഈ മറ്റ് എന്തിന് ക്ഷാമമുണ്ടെങ്കിലും മദ്യത്തിന് ക്ഷാമമില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാം. പണ്ട് ബാർകോഴ എന്ന് പറഞ്ഞ് ഇവിടെ കണ്ട പ്രശ്നം മുഴുവൻ ഉണ്ടായത് ആരുടെ ഭരണകാലത്തായിരുന്നു? ബാറുകൾ തുറക്കാൻ വേണ്ടി കാശ് വാങ്ങിയത് ആരാണെന്നായിരുന്നു ആരോപണം ഉയർന്നത്. അന്നില്ലാത്ത അരിശവും ചോരത്തൊളിപ്പൊക്കെ പെട്ടെന്ന് എങ്ങനെയാണാവോ പൊട്ടിമുളച്ചേ? പണ്ട് KM മാണിക്കെതിരായിട്ട് 1 കോടി രൂപയുടെ ബാർ കോഴയാണ് അന്ന് ഇവര് ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇന്നിപ്പോൾ 20 കോടി രൂപയാണ്. 801 ബാറുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇത് കൊള്ളാലോ. ക്യാപ്സ്യൂളിന്റെ വേറൊരു വേർഷൻ. മാണി സാറിനെതിരെ വെറും 1 കോടിയുടെ ആരോപണമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് 10-25 കോടിയുടെ ആരോപണമാണ്. അതുകൊണ്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ മായ്ച്ചളഞ്ഞു. സർക്കാർ മദ്യനയത്തിന്റെ ആലോചനകളിലേക്ക് കടന്നിട്ടില്ല. മദ്യനയത്തിന്റെ ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ പോലും ആയിട്ടില്ല. അപ്പം അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ മദ്യനയത്തിൽ ചില കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഒരു തരത്തിലും അത് വെച്ചു പൊറുപ്പിക്കില്ല. കാലം കണക്ക് ചോദിക്കുകയല്ലേ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, കാലം കണക്ക് ചോദിക്കും. കാലം കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുക. 1 കോടി ആരോപണം ഉന്നയിച്ചവർക്ക് 20 കോടി രൂപയുടെ ആരോപണമായി. അതെ, സർക്കാരിന് മദ്യനയത്തിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് കേട്ടോ. മുതലാളിമാരുടെ കൂടെയല്ല നമ്മുടെ സർക്കാർ, അവർ തൊഴിലാളികളുടെ കൂടെയാണ്. പിന്നെ IT പാർക്കുകളിലെ മദ്യശാലയുടെ കാര്യമൊക്കെ നമ്മുടെ സർക്കാരും നമ്മുടെ എക്സൈസ് മന്ത്രിയും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സന്തോഷായില്ലേ? ജനകീയ സർക്കാർ തന്നെ. ആളെ മയക്കണ കുപ്പി, ആളെ കറക്കണ കുപ്പി, ആ ബന്ധു നടന്നാലും കുപ്പി, ഏത് ബന്ധു കിടന്നാലും കുപ്പി, ആളെ മയക്കണ കുപ്പി, അയ്യോ ആളെ കറക്കണ കുപ്പി. മദ്യവിപത്ത് ചെറുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. LDF വരും, എല്ലാം ശരിയാവും.
മദ്യവർജന സമിതികളെയും മദ്യവിരുദ്ധ സമിതികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മദ്യവ്യാപനം തടയാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി മുന്നിൽ നിൽക്കും. LDF വരും, എല്ലാം ശരിയാവും. LDF വന്നോടനെ 669 ബാറുകൾ. ഇങ്ങനെ അപമാനിക്കല്ലേ സതീഷ് ചേട്ടാ, ജനങ്ങളുടെ ക്ഷേമം നോക്കണ സർക്കാരല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ? അപ്പോ ബാറുടമകളുടെ കയ്യിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു ഫണ്ടും വാങ്ങിയിട്ടില്ലെന്നാണോ നമ്മുടെ കോംറേഡ്സ് പറയണത്? അതിപ്പോൾ ആരോട് വണ്ടി പിരിച്ചതെന്നല്ല, ഫണ്ട് പിരിവ് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അങ്ങനെ പിരിച്ചിട്ടേ ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരോടും വണ്ടി പിരിക്കുന്ന പോലെ അവരോടും പിരിച്ചിട്ടുണ്ടാവും. അതിനെന്തെങ്കിലും അത്ഭുതം? അത് ഇലക്ട്രൽ ബോണ്ടല്ലോ. ഇലക്ട്രൽ ബോണ്ട് നടത്തിയതിനെ പറ്റി ഒന്നും പറയാനില്ല. എന്നിട്ട് ഇവിടെ ആരോടോ ബാറുകാരോട് പണം പിരിച്ചിട്ടുണ്ടോ, ഫണ്ട് പിരിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നാട്ടിലുള്ള എല്ലാവരോടും വണ്ടി പിരിച്ചിട്ടുണ്ടാവും. പാവപ്പെട്ട ആളുകൾക്കും ഇടത്തരക്കാരോടും ഒക്കെ പിരിച്ചിട്ടുണ്ടാവും. കലിപ്പായി ഗോവിന്ദ മാഷ് കലിപ്പായി. ഇഷ്ടമില്ലാത്ത ചോദ്യം ചോദിച്ചാൽ പണ്ടേ ഞങ്ങളുടെ മാഷ് ഇങ്ങനെയാ, അപ്പൊ കലിപ്പാവും. ബാറിൽ നിന്നൊക്കെ ഫണ്ട് പിരിച്ചിട്ടുണ്ട്, അതിനിപ്പോ എന്താ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ടേട്ടാ. അങ്ങനെ മദ്യനയത്തിന് ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാരിന് കോഴ നൽകാൻ പിരിവെടുത്തെന്നുള്ള ആരോപണം ആകെ തീ പിടിച്ചു. എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ അന്ന് ബാറ് തുറന്നു വന്നപ്പോഴാണ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ അതിനുശേഷം ഒരു ചർച്ചയും ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഞങ്ങളോട് ഒരിക്കലും ഈ ഗവൺമെൻറ് ഒരു ആവശ്യത്തിനും അത്തരത്തിലൊരു ആവശ്യത്തിനും ഞങ്ങളെ സമീപിച്ചിട്ടില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. സർക്കാരിനെതിരായ ബാർക്കോഴ ആരോപണം ബാറുടമകളുടെ സംഘടന തന്നെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രതിപക്ഷത്തിന് അത് ഫീൽ ആവില്ലേ? എന്നാലും ഇത്രയും കാലം ഇല്ലാണ്ടിരുന്ന ഒരു ബാർക്കോഴ ആരോപണം പെട്ടെന്ന് എങ്ങനെ പൊട്ടിമുളച്ചു? അതല്ലേ ഞാൻ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് എന്തുകൊണ്ടാണ് ആരോപണം വന്നതിന് ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഒരു വാർത്തയും കാര്യമായിട്ടില്ല. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുറേ ദിവസമായിട്ട് ഡ്രൈ ആണ്. ആ ഡ്രൈ ഡേ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ ആ ഡ്രൈ ഡേ അവസാനിപ്പിക്കാൻ വേണ്ടി എടുത്ത പണിയാണ്. അതിനപ്പുറം ഞങ്ങൾക്ക് എന്താണ്? മാധ്യമങ്ങളുടെ മെക്കെട്ട് എന്തേ കേറാത്തേന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കും പറഞ്ഞു കൊച്ചു കള്ളൻ, ഫണ്ടൊക്കെ ബാറുടമകളുടെ എന്ന് വാങ്ങിയിട്ട് പറയണേട്ടില്ലേ, മാധ്യമങ്ങളുടെ വാർത്ത ഡ്രൈ ഡേ മാറാൻ വേണ്ടി ചെയ്തതാണെന്ന്. ഏജാതി ക്രിയേറ്റിവിറ്റി, ഭയങ്കര പക്ഷേ. UDFന്റെ അഴിമതി പോലെയല്ല LDFന്റെ അഴിമതി, അല്ല LDFന്റെ മദ്യനയം എന്നാണ് നേതാക്കൾ പറയുന്നത്. ലഹരിമുക്ത കേരളത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുകയും മദ്യശാലകൾ തുറക്കാൻ കൂടുതൽ ആവേശം കാണിക്കുകയും ചെയ്യുന്നതാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. തൊഴിലാളികളുടെ പാർട്ടി ഭരിക്കണ കേരളത്തിലെ മൊയലാളിമാർക്ക് വേണ്ടി അവർ അഹോരാത്രം കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. എന്നാ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി തിങ്കളാഴ്ച കാണാം. നന്ദി, നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.